بسم الله الرحمن الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان علينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി തംബീഹുൻ, അതായത് ഈ മുലാഖാത്ത് കൊണ്ട് വെള്ളം നജസാവും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു മസല തംബീഹാക്കുക. അതായത് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലുള്ള വെള്ളം അതിങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു നജസ്സിലേക്ക് ഒഴിച്ച്, പാത്രത്തിന് നേരെ ഒഴിച്ച്, അല്ലെങ്കിൽ അത് ഈ കിണ്ടി പോലത്തെ സാധനമാണ് പാത്രം, അപ്പം അതിൻ്റെ വായിലൂടെ ഇങ്ങനെ ഒഴിച്ച്, അല്ലെങ്കിൽ ഒരു പൈപ്പുണ്ടതിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്, ആ പൈപ്പിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒഴിച്ച്, അപ്പം ഈ നജസ്സിലേക്ക് മുട്ടി നിൽക്കുക. അങ്ങനെ പാത്രത്തിലുള്ള വെള്ളം ഇങ്ങനെ മുറിഞ്ഞല്ല വീഴുന്നത്, ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ എന്തു വന്നു, മുലാഖാത്ത് ഉണ്ടായല്ലോ. അപ്പോൾ ഇവിടെ വുറൂദ് എന്നതിനേക്കാൾ പുറമെ, അല്ലെങ്കിൽ ജറയാൻ വെള്ളം ഒലിക്കുക എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഇൻസിബാബ് എന്ന് പറഞ്ഞൊന്നുണ്ട്. അങ്ങനെ പല രൂപമുണ്ട്. വാരിദ്, ഉറൂദ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ പറഞ്ഞു, നജസിലേക്ക് അങ്ങോട്ടെത്തുക. അപ്പോൾ പൈപ്പ് വെച്ച് മുകളിലോട്ട് അടിച്ചാൽ എന്താണ്, അത് ഉറൂദാ. പക്ഷേ ജറയാനല്ല, ജറയാനാണ് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ വരണം. ഇൻസിബാബ് ആവുമ്പോൾ നേരെ കുത്തനെ വീഴണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം പാത്രത്തിലുള്ള താഴോട്ട് ഒഴിക്കുമ്പോൾ കുത്തനെ വീഴുക ചെയ്യുക. അപ്പം ഈ കുത്തനെ വീഴുന്നതുകൊണ്ട് തന്നെ ഈ എന്താവൂല, ഈ നജസ് എന്താണ്, ചാണകമോ കാഷ്ടോ അല്ലെങ്കിൽ എന്ത് ശവോ, അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാൽ അതിൽ തൊട്ടത് മാത്രമേ നജസാവുള്ളൂ. അവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ നജാസത്ത് വ്യാപിക്കൂല എന്നൊരു മസല. അതാണ് ഇവിടെ പറയുന്നത്. അത് നജസ് ആകുമെന്ന് വേറെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ റഹിമഹുള്ള അത് വിശദമായി കണ്ട് പറയാം. അതാ ഖീല എന്ന് പറഞ്ഞിട്ട് യൂഖദു മിൻ കലാമിഹിം എന്ന് പറഞ്ഞ് അന്നഹു ലൗ സുബ്ബ മാഉൻ മിൻ ഉംബൂബി ഇനാഇൻ, ഒരു പാത്രത്തിൻ്റെ പൈപ്പിലൂടെ, ഉംബൂബ് എന്ന് പറഞ്ഞാൽ പൈപ്പ്, കുഴൽ എന്നൊക്കെ. അപ്പോൾ കുഴലിലൂടെ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിക്കപ്പെട്ടു. ആ പാത്രം ബിഹി, ആ പാത്രത്തിലുണ്ട് എന്താണ്, മാവും കലീലും, കുറഞ്ഞ വെള്ളമുള്ളത്. അപ്പോൾ ആ കുറഞ്ഞ വെള്ളമുള്ള പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് വെള്ളം ഒഴിച്ച്. എന്തിലൊഴിച്ച്, അല സിർജീനിൻ, ചാണകത്തിൻ്റെ മുകളിൽ. സുബ്ബ അല സിർജീനിന്ന, അത് സിർജീൻ എന്ന് പറഞ്ഞത് മസലാണ്, അത് ഉദാഹരണമാണ്. കാഷ്ടം, മനുഷ്യൻ്റെ കാഷ്ടോ അല്ലെങ്കിൽ എന്ത് വേറെ നജസൊക്കെ ആയാലും മതി. വസാറ, ആ വെള്ളമായി തീർന്നു, ഈ ഒലിക്കുന്ന വെള്ളം ആയിത്തീർന്നു. കൽ ഫവ്വാരി, ഈ ഫവ്വാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീറ്റിക്കുന്നതാണല്ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ അത് മുത്തസിലായിരിക്കും, അതാ കൽ ഫവ്വാരി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്കത്തിയായി കഷ്ണം ആകുന്നതിന് ഫവ്വാർ എന്ന് പറയൂല. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ മുത്തസിലായിട്ട് ഒരു ഫവ്വാർ പോലെ. അല്ലതി അവ്വലുഹു, ആ ഫവ്വാറിൻ്റെ തുടക്കം ബില്ലിനായി, പാത്രത്തിലാണ്. വാഹിറുഹു, അതിൻ്റെ അവസാനം മുത്തസിലും ബിൻ നജസി, നജസുമായി മുത്തസിലാണ്. എന്നാൽ ഈ വെള്ളം എന്താണ്, തനജ്ജസ, ലൗ സുബ്ബമാഉൻ തനജ്ജസാന എന്ന് അയിമ്മത്ത് അസ്ഹാബിൻ്റെ കലാമെന്ന് അഖദ് ചെയ്യാം എന്ന് ഖീല. ഹത്താ മാഫില്ലിനായി, അപ്പോൾ നജസായി ഏതുവരെ, ആ വെള്ളം നജസായി എന്ന് മാത്രമല്ല, ഹത്താ മാഫില്ലിനായി, ആ പിന്നെ പാത്രത്തിലുള്ളത് അടക്കം നജസായി എന്ന് പറഞ്ഞു. ഏതുവരെ, മാഫില്ലിനായി, പാത്രത്തിലുള്ളത് നജസായി. അപ്പം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന തനജ്ജസ എന്ന് പറഞ്ഞാൽ മസ്ബൂബായ വെള്ളം ഉണ്ടല്ലോ, അങ്ങനെ താഴോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം, അതാണ് തനജ്ജസന്റെ ഫായില്, മസ്ബൂബ്.
അതിന് വായത്താണ് പിന്നെ മാഫില്ലിനായി. അത് മാത്രമല്ല പാത്രത്തിലുള്ളതും ഏതുപോലെയൊക്കെ ഖലീലി മാഇൻ ഇത്തസല ബഅലുഹു ബിനജസിൻ. അതിന് നളീർ പറഞ്ഞു കുറഞ്ഞ വെള്ളം അതിന്റെ ബഅല് മുത്തസിലായി ബിനജസിൻ, ഒരു നജസുമായി മുത്തസിലായാല് ബാക്കിയുള്ള നേസാവുമല്ലോ എന്ന പോലെ, അതായത് മുലാഖാത്ത് കൊണ്ട് നേസാകുന്ന പോലെ. ഈ ഖലീലി മാഇൻ എന്ന് പറഞ്ഞത് എന്താണ്? അത് ഒലിക്കുന്ന വെള്ളം ഒഴിക്കുന്ന വെള്ളമൊന്നുമല്ല, അതൊരു ചെറിയ പാത്രത്തിലുള്ള വെള്ളം. അതിന്റെ ഒരറ്റത്തിന് നേസ മുത്തസിലായാല് എന്താണ്? ബാക്കി നേസായല്ലോ എന്ന പോലെ തന്നെ ഇത് പാത്രത്തിലുള്ളതാണ്. പക്ഷെ ഇതിങ്ങനെ എന്താണ്? വീണുകൊണ്ടിരിക്കുമ്പോ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തസിലായ നിലയിൽ മറ്റേ അറ്റ നജസുമായി തൊട്ടല്ലോ എന്നുള്ളതാ. വഫീഹി നളറുൻ. അപ്പൊ ഖീല വയൂഖദു എന്ന് പറഞ്ഞ ആ ഖീലയിൽ നളറുണ്ട്. എങ്ങനെ നളറുണ്ട്? ഹുക്കുമൻ വാഹദൻ. ഈ തനജ്ജസ എന്ന് പറഞ്ഞ ഹുക്കുമിൽ നളറുണ്ട്. അവരുടെ കലാമെന്ന് അഹദ് ചെയ്യാമെന്ന് പറഞ്ഞതിലും നളറുണ്ട്. അപ്പൊ യൂഹദിലുണ്ട് തനജ്ജസ, രണ്ടിലും നളർ. ബലില്ലതി യത്തജിഹു, അതില് നളറുണ്ട്. പിന്നെന്താണ് ശരി? ബൽ അല്ലതി യത്തജിഹു തഷ്ബീഹു ബിൽ ജാരി. ഈ വെള്ളത്തിന്, ഈ മസ്ബൂബായ വെള്ളത്തിന്, പാത്രത്തിന്റെ കുഴലിൽ നിന്ന് താഴോട്ട് ഒലിക്കുന്ന വെള്ളത്തിന് സാദൃശ്യപ്പെടുത്തലാണ് ബിൽ ജാരി, ജാരിയായ വെള്ളത്തിനോട്, ഒലിക്കുന്ന വെള്ളത്തിനോട്. ജാരിയായ വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ കുറഞ്ഞ് ഒലിക്കുമ്പോൾ ചെറിയ ഒഴുക്കുള്ളതല്ല. അൽ മുന്തഫിഇ ഫി സബബിൻ, അതങ്ങോട്ട് താഴോട്ട് ഒലിക്കുമല്ലോ, അതാ സബബ് എന്ന് പറയാം. മുകളിൽ നിന്ന് താഴോട്ടുള്ള ഇറക്കത്തിന് സബബ് എന്ന് പറയാം. ആ ഇറക്കത്തില് എന്താണ്? ശക്തിയായി ഒലിക്കുന്നത്, അതാ ഇൻതിഫാഴ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് തള്ളുക എന്നാ. അപ്പൊ ആ തള്ളല് എന്താണ്? ശക്തിയായ രീതിയിൽ മുകളിൽ നിന്ന് താഴോട്ട് ഒലിക്കുന്ന വെള്ളത്തിനോട് തഷ്ബീഹാക്കലാണ്. ബൽ എന്ന് മാത്രല്ല ഹാദാലി കൗനിഹി അഖ്വ, അങ്ങനെ തഷ്ബീഹാക്കിയാലും പോരാ. ഹാദ എന്ന് പറഞ്ഞാൽ ഈ മസ്ബൂബായ വെള്ളം, പാത്രത്തിൽ നിന്ന് താഴോട്ട് ഒഴിച്ച വെള്ളം, ലി കൗനിഹി ആ വെള്ളം അഖ്വ, അത് കൂടുതൽ ശക്തിയാണ്. തദാഫു അൻ, തള്ളലാൽ ശക്തിയാണ്. എങ്ങനെ തള്ളുന്നു? ബിൻസിബാബിഹി, അത് എന്താണ്? കുത്തി ഒലിക്കുക എന്നാ ഇൻസിബാബ്. മിനൽ ഉലുവി ഇലസുഫ്ലി, മുകളിൽ നിന്ന് താഴോട്ട് കുത്തി ഒലിക്കുന്നതിനാൽ അതിന്റെ തദാഫു, തള്ളല് എന്ന് പറഞ്ഞാല് മുന്നിലുള്ളതിനെ പിന്നിലുള്ളത് തള്ളുക എന്നാ. അപ്പൊ ഇങ്ങനെ മുന്നിലുള്ളതിനെ പിന്നിലുള്ളത് തള്ളി തള്ളി അങ്ങോട്ട് അങ്ങനെയാണല്ലോ വീഴുക. അപ്പൊ ഈ വിഷയത്തിൽ അത് അക്വയാണ്. ഇതേ തള്ളല് തന്നെ ജാരിയായ വെള്ളത്തിലുണ്ട്. അപ്പൊ ഇത് കൂടുതൽ ശക്തി ആയതുകൊണ്ട് ഈ വെള്ളമാകുന്നത്, ഈ പാത്രത്തിൽ നിന്ന് ഒഴിച്ച വെള്ളം ഔല, അത് കൂടുതൽ ബന്ധപ്പെട്ടതാണ്. എന്തിന്? നജസാകാതിരിക്കാൻ. ശേഷം പറയുന്നുണ്ട് മിൻഹു, എന്തിനേക്കാൾ ഔലയാണ്? ആ ജാരിയായ, ആ ജാരിം മുന്തഫിൻ ഫി സബബിൻ എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഔലയാണ്. ബി ഹുക്കുമിഹി, എന്തുകൊണ്ട്? ആ ജാരിം മുന്തഫിയോ, അതിന്റെ ഹുക്കുമ് കൊണ്ട് ഇത് അതിനേക്കാൾ ഔലയാണ്. അതിന്റെ ഹുക്കും എന്താ? അന്നഹു ലാ യൻജുസു, അത് നജസാകുന്നില്ല. അപ്പൊ ജാരിയായ ഇങ്ങനെ മുകളിൽ താഴോട്ട് കുറഞ്ഞ് നിലയില് ചെരിഞ്ഞൊലിക്കുന്ന വെള്ളം, അതിന്റെ ഒരു എന്താണ്? മടക്കില് വെള്ളം വീണാല്, അല്ല നജസ് വീണാല്, ആ മടക്ക് മാത്രമല്ല നജസാവുള്ളൂ, അതിന്റെ പിന്നിലുള്ള നജസാവൂലല്ലോ. അതായത് സബബിൻ, അൽ മുന്തഫി ഫി സബബിൻ എന്ന് പറഞ്ഞത്. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ മടക്കുകളായി മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പൊ ഒരു എന്താണ്? പിന്നെ മടക്കിൽ, അതിന്റെ ഒരു മടക്കിൽ നേസ് വീണു, എന്നാൽ അതേ നേസാവുള്ളൂ. ആ ഒരു മടക്കിലുള്ള വെള്ളം രണ്ടു കൊല്ലത്തില്ലെങ്കിൽ അതാണ്. അതിന്റെ പിന്നിലുള്ള നേസാവില്ല, കാരണം ഈ തള്ളൽ കൊണ്ട് നേസ് പിന്നിലേക്ക് വ്യാപിക്കൂല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതാണെങ്കിലോ നേരെ മോളിൽ നിന്ന് താഴോട്ട് കുത്തനെ വീഴല്ലേ, അപ്പോൾ ബാക്കിലോട്ട് നേസ് ഏതായാലും വ്യാപിക്കൂലല്ലോ. അതല്ല എൻജുസു ഔലയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് തഷ്ബിയാക്കുമ്പോ സമമായ നിലയിലല്ല, ഇത് ഔല തഷ്ബിയാണ്. ഇല്ല ലാ എൻജുസു, എന്തല്ലാതെ നജസാവൂല, ഇല്ലൽ മുമാസുലിൻ നജസി, ആ നജസിനോട് തട്ടിയതല്ലാതെ നജസാകുന്നില്ല എന്ന വിഷയത്തില്. ആ ജാരിയും മുന്തഫില് ഏതിലാണോ നജസ് വീണത് അത് മാത്രമേ നജസാവുള്ളൂ, അതിന് പിന്നോട്ട് വരൂല. അത് ദൂന മാ ഖബ്ലഹു, ആ മുമാസിന്റെ മുമ്പുള്ള എന്താണ് വെള്ളം, ഒലിക്കുന്ന വെള്ളം, അതില് ഇതാണ് മുത്തജിഹ് എന്ന് പറഞ്ഞിട്ട് വഹാദ വാലിഹൻ, ഇത് വളരെ വാലിഹാണ്. തഷ്ബീഹ് വളരെ വാലിഹാണ്, രണ്ടും വെള്ളമാണല്ലോ. എന്നാൽ ഇവിടെ പിന്നെ ഒരു തർദ്ദുള്ളത്, ഇത് വെള്ളമല്ല, എന്താണ് മായി ആണെങ്കിലോ ഒഴിക്കുന്ന ചായ പാലോ മറ്റോ ആണ്.
അതായത് ഒരു ഗ്ലാസ്സിൽ നിന്ന് വലിയ പാത്രത്തിലുള്ള ചായ പാല മറ്റോ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ അതിലൊരു നജസുണ്ട് ആ ചെറിയ പാത്രത്തിൽ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മുത്തസിലാകുകയും ചെയ്ത്, മുത്തസിലായപ്പോൾ ഇപ്പോൾ എന്താണ് ആ വലിയ പാത്രത്തിലുള്ള പാലും ഇതൊക്കെ നജസാവുമോ? അത് നജസാവൂലേ? മാനാണെങ്കിൽ ഈ പറഞ്ഞ കുറഞ്ഞത് കൂടിയത് എന്നൊന്നും വ്യത്യാസമില്ലല്ലോ. അതാ ഇനി പറയുന്നത്. വൈന്നമല്ലതി യതറദ്ദദു ഫീഹി നളറു, സംശയം തറദ്ദുദാകുന്നത് നളീറു ദാലിക, ഈ വെള്ളത്തിന്റെ നളീറാണ്. ഫിൽ മാ ഏഴില്. അപ്പൊ മാഇന്റെ നളീർ മായിലുണ്ടോ ഇല്ലേ? ആ തറദ്ദുദിന്റെ രൂപം പറയുന്ന അയുൽഹഖു ബിൽ മായിനോട് ചേർക്കപ്പെടുവോ ഫീമാ ദുക്കറ, പറഞ്ഞ വിഷയത്തില്. അപ്പൊ ഇങ്ങനെ ഒലിച്ചത് കൊണ്ട് എന്താണ് നജസുമായി മുത്തസിലായ മാത്രമേ നജസാവുള്ളൂ, ബാക്കി പിന്നോട്ടുള്ളത് നജസാവൂല. ഫലാ യൻജുസു മിൻഹു ഐലൻ ഇല്ലൽ മുത്തസിലു ബിൻ നജസ് ലാലി കൗനിൽ ജാരി ലഹു തഹ്സീറും ഫീഹി. അവിടെ ജാരിക്ക് തഹ്സീർ ഉള്ളത് കൊണ്ടല്ല, അൽ ജാരി ലാലി കൗനിൽ ജാരി ലഹു, ആ ജാരിയായ മായനുണ്ട് തഹ്സീറുണ്ട് ഫീഹി, നജസാകാതിരിക്കുന്നതിൽ തഹ്സീറുണ്ട് എന്നതുകൊണ്ടല്ല. അവിടെ ജാരിയായാലും റാക്കിദാണെങ്കിലും ഒക്കെ എന്താണ് കുറഞ്ഞത് മായാണെങ്കിൽ നജസാവുമല്ലോ. ബല്ലി കൗനി മാഫീഹി മിനൽ ഇൻസിബാബി അഖ്വാ മിമ്മാ ഫിൽ ജാരി. ഉണ്ടോ? ആ ഇവിടെ നേരെ കുത്തനെയാണ് വീഴുന്നത് മുകളിൽ നിന്ന് താഴോട്ട്. അതാ ഇൻസിബാബ് ലിമാ ഫീഹി, ഈ മായിൽ ഇപ്പം നമ്മൾ ഈ സങ്കല്പിച്ച മായിലുള്ള ഒന്ന് ആയതിനു വേണ്ടി. ആ ഒന്നെന്താ? ഇൻസിബാബ്. അത് അക്വയായതിനു വേണ്ടി. എന്തിനേക്കാൾ? മിമ്മാഫിൽ ജാരി, ജാരിയിലുള്ള ഒന്നിനേക്കാൾ അക്വയായതുകൊണ്ട് മന, ആ ഒന്ന് തടസ്സപ്പെടുത്തി. തസ്മിയത്ത ഗൈരിൽ മുമാസ് അല്ലാത്തതിന്, ആ നജസുമായ തൊട്ടതല്ലാത്ത മായിന മുത്തസിലം ബിൻ നജസി, നജസുമായ മുത്തസിൽ എന്ന് പറയുന്നതിന് തടസ്സപ്പെടുത്തി. ഔ യുഫറഖു, ഇങ്ങനെ ഇൽഹാക്ക് ചെയ്യുമോ? ഔ യുഫറഖു, അല്ല മാവും മായും തമ്മിൽ വ്യത്യാസമുണ്ടോ? മാവും മായും വ്യത്യാസമാണെങ്കിൽ അപ്പം എന്താവും? പിന്നിലേക്ക് ആ ഒഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലുള്ളത് അടക്കം നജസാവെന്ന് പറയേണ്ടി വരും. ഈ കീലക്കാർ പറഞ്ഞ പോലെ. ആ യുഫറഖു എങ്ങനെ ഫർക്ക്? ബി അന്നൽ മാ യസ്തവി ഫീഹിൽ ജാരി വഗൈറുഹു ഇഅ്തിബാറൻ ബിത്തവാസുലിൽ ഹിസ്സിയി. അവിടെ ഹിസ്സിയായ തവാസുൽ പരിഗണിച്ചിട്ട് ഫീഹി, ആ മായിലുള്ള ഹിസ്സിയായ തവാസുൽ, ആ ഹിസ്സിൽ നോക്കുമ്പോൾ ചേർന്നിട്ടാണല്ലോ ഉള്ളത്. മായിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഇൻസിബാബ് ഉള്ളത് കൊണ്ട് എന്തായില്ല, പിന്നോട്ട് നജസ് ഭാവിച്ചില്ല എന്ന പോലെ അല്ല ഇവിടെ. ഇവിടെ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് എന്താവും? പിന്നോട്ട് വ്യാപിക്കും എന്ന് വെക്കുമെന്ന്. ലിദുഅഫി, അത് ഫർക്കാക്കാൻ കാരണം എന്താ? യുഫറഖു എന്നുള്ളതിനില്ലത്തിൽ ലിദുഅഫിഹി, ആ മാഇ ലഈഫാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബിഖിലാഫിൽ മാഇനെതിരായിട്ട്. എന്നിട്ട് കുല്ലും മുഹ്തമിലുൻ, ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ യുൽഹഖു ഔ യുഫറഖു, കുല്ലുൻ എന്ന് പറഞ്ഞാൽ ആ ഇൽഹാഖും ആ ഫർക്കും രണ്ടും മുഹ്തമിലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നിനെ തയ്യീദ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് ഈ ഭാഗത്ത് വരുമ്പോൾ മുഹ്തമലുൻ എന്നാ വായിക്കുക. അതങ്ങനെ വരുന്ന സ്ഥലത്ത് പറയാം. അതിൻ്റെ അർത്ഥം ഖരീബുൻ എന്നാണ്. അത് തർജീഹിന്റെ സീഗയായിരിക്കും ചില സ്ഥലങ്ങളിൽ. ലാക്കിൻ കലാമുൽ ഇമാമി, രണ്ട് സാധ്യത ഉണ്ടെങ്കിൽ ഇമാമുൽ ഹറമൈനി ആണല്ലോ ഇമാമ്. അപ്പൊ ഇമാമുൽ ഹറമൈന്റെ കൗല് അല്ലാത്തി എവിടെ? ഫിൽ മബിയനെ കുറിച്ച് പറയുന്ന മസലയിൽ വരുന്ന കൗല്. മബിയ കബിലി, അത് കബില് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ വിറ്റ സാധനം എന്താക്കിയില്ല, കബിലാക്കിയില്ല. ഇതിന്റെ ഹുക്കുമ് പറയുന്ന അവിടെ വരുന്നുണ്ട്. ആ വരുന്ന കലാമ് ലാഹിറാണ് ഫിൽ അവ്വലി, ആദ്യത്തെ ലാഹിറാണ്. അതായത് ഇൽഹാഖ് ചെയ്യും, മാവുമായി ഇവിടെ ഇൽഹാഖ് ചെയ്യും എന്നാണ് ലാഹിർ, ഫർക്കാവൂല. ഫഇന്നഹു നഖല, കാരണം ഇമാമുൽ ഹറമൈനി നഖൽ ചെയ്തു അൻഹും ഫി സൈത്തിൻ, എണ്ണയെക്കുറിച്ച്. ഉഫിരിക മിൻ ഇനായിൻ ഫി ഇനായിൻ ആഖറ, അതൊരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ ആ രണ്ടാമത്തെ പാത്രം ബിഹി, ആ ഇനാ ഉൻ ആഖറിലുണ്ട് ഫറത്തുൻ മൈത്തത്തുൻ, ഒരു ചത്ത എലിയുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അയിമ്മത്തിനെ തൊട്ട് എന്ത് നഖൽ ചെയ്തു? അസാബിനെ തൊട്ട് ഇമാമുൽ ഹറമൈൻ നഖൽ ചെയ്തു. ഒന്നിനെ നഖൽ ചെയ്തു. വജ്ജഹു, ആ ഒന്നിനെ ഇമാമുൽ ഹറമൈനി തന്നെ ന്യായീകരിച്ചു. വജ്ജഹു ബിമാ, ഒന്നുകൊണ്ട് ന്യായീകരിച്ചു. യുഫീദു, ആ ഒന്ന് ഫായിദ ഒപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കി നേടിത്തരുന്നുണ്ട്. എന്ത്? അന്നമാഹുവ ഫി ഹവാഇൽ ലർഫിസാനി, രണ്ടാമത്തെ പാത്രത്തിന്റെ
ലർഫ് എന്ന് പറഞ്ഞാല് പാത്രം. ആ പാത്രത്തിന്റെ ഹവയിൽ അന്തരീക്ഷത്തിലുള്ള ഒന്ന്, അതായത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടെ എണ്ണയാണ്, അപ്പൊ ആ എണ്ണ ആ വീണുകൊണ്ടിരിക്കുന്ന എണ്ണ. അൽ മസ്ബൂബി ഫീഹി, രണ്ടാമത്തെ പാത്രം എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്, എണ്ണ ഒഴിക്കുന്നത്. മസ്ബൂബ് മിൻഹുവായല്ല, ഒരു പാത്രത്തിന് വേറെ അർത്ഥം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാത്രം മസ്ബൂബ് മിൻഹു ആണ്, രണ്ടാമത്തെ പാത്രം മസ്ബൂബ് ഫീഹിയ. അയില എന്താണ്? അന്തരീക്ഷത്തിലുള്ള ഒന്ന്. അസാദിഖി ബിത്തിസാലിഹി ബിമാ ഫീനാഇഹി വബിൽ ഫറത്തി, ആ ഒന്ന് അത് സാദിഖാണ്. ബിത്തിസാലിഹി, അത് മുത്തസിലാണ് എന്നതുകൊണ്ട് സാദിഖാണ്. എന്തുമായി മുത്തസിലാണ്? ബിമാ ഫീനാഇഹി, ആ പാത്രത്തിലുള്ള ഒന്നുമായി മുത്തസിലാണ് അല്ലെ. അതായത് ആ മസ്ബൂബ് ഫീഹി ആയ രണ്ടാമത്തെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലുള്ള ഒന്ന് ആ എണ്ണയുമായി അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറെ എണ്ണ വീണല്ലോ, അതുമായി മുത്തസിലാണ്. എന്നുമല്ല, അതിൽ ചത്തലിയുണ്ട്. അബിൽ ഫഹറത്തി, ആ എലിയുമായിട്ടും മുത്തസിലാണ് എന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ സാദിഖായ ഈ ഹവയിലുള്ള എണ്ണ. ബൽ ഹാദാ ഹുവൽ മുത്തബാദിറു, അത് മുത്തസിലാണ് മുത്തബാദിർ. മിൻ സബ്ബി മാഇ ഇനാഇൻ ഫി ഇനാഇൻ ആഖറ, ആ ഒരു പാത്രത്തിലെ മായി മറ്റു പാത്രത്തിലേക്ക് ഒഴിച്ച് എന്ന് പറഞ്ഞാൽ അതാണ് മുത്തബാദിർ എന്ന്. എന്തിനാ അത് ഇടക്ക് പറഞ്ഞത്? അതായത് ഇമാം അൽ ഹറമൈനി എന്താണ് പറഞ്ഞ മസല ഇതല്ലേ, സെയ്ത്തുൻ ഉഫ്രിഗ മിൻ ഇനാഇൻ ഫി ഇനാഇൻ ആഖറ ബിഹി ഫഹറത്തുൻ മൈത്തത്തുൻ എന്നാണ് മസല പറയുന്നത്. അവിടെ മുത്തസിലാണെന്ന്, അതിൽ മുത്തസിലാന്ന് പറഞ്ഞിട്ടില്ലല്ലേ, നമ്മള് മുത്തസിലായ മസലല്ലേ പറയുന്നത്. അതെ, അപ്പറഞ്ഞതിന്റെ അർത്ഥം മുത്തസിലാണ്, എന്നാലല്ലേ ഇപ്പൊ ഇത് പറയേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ബൽ ഹാദാ ഹുവൽ മുത്തബാദിർ എന്ന് പറഞ്ഞത് അവിടെ മുത്തസിലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിഷ്കാല് പറയണ്ട, ആ മസല പറയുമ്പോ തന്നെ അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അങ്ങനത്തെ ഒന്ന് എന്താണെന്നാ അന്ന മാഹുവ ലായഞ്ചുസു മിൻഹു ഇല്ലാ മുലാഖിഹാ എന്നാണ് ഇവിടെ, അതാണ് അതിന്റെ ഖബർ. ഇങ്ങനെ പറയാൻ പറ്റിയ ആ മാഹുവ ഫി ഹവാ ഇൽഫിസാനി എന്ന് പറഞ്ഞില്ലേ, ആ ഒന്ന് ലായഞ്ചുസു മിൻഹു, അതിൽ നിന്ന് നജസാകുന്നില്ല, ഇല്ല മുലാഖിഹ, ആ മൈത്തത്ത് ആ ഫഹറത്ത് അതിനെ മുലാഖി ആയത് മാത്രമേ നജസാകുന്നുള്ളൂ. ഇത് പെണ്ണെ കുറിച്ചാണ് പറയുന്നത്. വജുഹുഹു മാ ഖദ്ദംതുഹു, അതല്ലാതെ വേറെ നജസാവൂല എന്നുള്ളതിന്റെ ന്യായീകരണം, ഇത് മാത്രമേ നജസാവുള്ളൂ എന്നുള്ളതിന് ന്യായീകരണം മാ ഖദ്ദംതുഹു ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താ? മിന്നന്നഹു ലം യൂജദ് ഫീഹി ഹഖീഖത്തുൽ ഇത്തിസാലിൽ ഉർഫിയ്യി, ഉർഫിയായ ഹഖീഖിയായ ഇത്തിസാൽ അവിടെ ഇല്ല എന്നാ. പിന്നെ അതായത് ഉറുഫു ശറയിലുള്ള ഇത്തിസാൽ അവിടെ ഇല്ല. ആ മുലാഖാത്ത് എന്ന് പറഞ്ഞതേ അതിവിടെ ഇൻസിബാബോട് കൂടെ ഉള്ളതാണ്, അപ്പൊ പിന്നോട്ട് വ്യാപിക്കൂല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ സുമ്മറായിത്തു സർക്കഷിയ സറഹ ഫി ഖവായിദിഹി, ഇമാം സർക്കഷിന്റെ അൽ ഖവായിദ് കിതാബ് ഉണ്ടല്ലോ, അതിൽ ഇമാം സർക്കഷി ശരിയാക്കിയിട്ടുണ്ട്. ബി അന്നൽ ജറിയത്ത് മിനൽ മാഇൽ ജാരി, പിന്നെ അൽ ജറിയത്ത് എന്ന് പറഞ്ഞ ഒരു മടക്ക് എന്ന് പറഞ്ഞ, ഇങ്ങനെ ഒലിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള ഒരു മടക്ക്. ഇതാ വക്കാ ബിഹാ നജസുൻ, ആ ഒരു മടക്കിൽ എന്ത് ചെയ്തു? നജസ് വീണു. സാറ കുല്ലുഹു നജസൻ, അത് മൊത്തം നജസാവും എന്ന് പറഞ്ഞു ജാരിയാണെങ്കിൽ. ബി ഖിലാഫിൽ മായി, വെള്ളത്തിനെതിരായിട്ട്. വെള്ളം ജാരിയാണെങ്കിൽ ആ മടക്ക് മാത്രമേ മൊത്തം നജസ ആവുള്ളൂ, അതിന്റെ പിന്നോട്ടുള്ളത് ആ നജസ ആവൂല. ഇത് ജാരിയ. നേരത്തെ പറഞ്ഞത് എന്താണ്? മസ്ബൂബുമാണ്. അപ്പൊ രണ്ടും വ്യത്യാസപ്പെടുത്തിയിട്ടാ. അപ്പൊ ഇമാം സർക്കഷി ഇങ്ങനെ ഖവായിദിൽ സരീഹാക്കിയതായി ഞാൻ കണ്ടു. മഴദാലിക്ക, ആ ഇമാം സർക്കഷി അങ്ങനെ സരീഹാക്കിയതോടുകൂടെ, മഴദാലിക്ക എന്ന് പറഞ്ഞാൽ ഇമാം സർക്കഷിന്റെ തസ്രീഹോട് കൂടെ തന്നെ അല്ലദീ യത്തജിഹു എന്താണ്? അന്നഹു ലാ ഫർഖ ഹുന, ഇവിടെ മാവും മായും തമ്മിൽ ഫർക്കില്ല. നമ്മളെ മസാല എന്ന് പറഞ്ഞാല് നേരെ മുകളിൽ താഴോട്ട് ഒഴിക്കുന്നിടത്താ, എങ്ങനെ ഒലിക്കുന്നതല്ല. അതാ ജാരിയും മസ്ബൂബും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇമാം സർക്കഷി പറഞ്ഞ ജാരിയിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജാരിയും എന്താണ് റാക്കിദും തമ്മിൽ മായിൽ വ്യത്യാസമല്ല. എന്നാലോ ഇതങ്ങനെയല്ല. പിന്നെ ലിമാ തഖററ ലാ ഫർഖ, ഫർക്കില്ല. ലിമാ തഖററ മിനൽ ഇൻസിബാബി ഹുന അൽ അഖ്വാ, അൽ അഖ്വാ. പിന്നെ ആ ഇൻസിബാബ് അഖ്വയാണ്. എന്തിനേക്കാൾ? മിമ്മാ ഫിൽ ജാരി, ജാരിയിലുള്ളതിനേക്കാൾ അഖ്വയായ ഇൻസിബാബ് നമ്മൾ നേരത്തെ പറഞ്ഞു
ലിമാ തഖററ നേരത്തെ പറഞ്ഞുറപ്പിച്ചത് എന്നാ ഇലാഖിരിഹ പറഞ്ഞുറപ്പിച്ചതിന്റെ അവസാനം വരെ അത് നേരത്തെ പറഞ്ഞല്ലോ. മന തസ്മിയത്ത ഗൈരിൽ മുമാസി മുത്തസിലും ബിൻ നജസി എന്ന് നേരത്തെ പറഞ്ഞതാണ് ഇലാഖിരിഹി എന്ന് പറഞ്ഞത്. സുമ്മറ ഐത്തുഹു പിന്നെ ഞാൻ മുസന്നിഫിനെ കണ്ട് ഫി ഷറഹിൽ മുഹദ്ദബി ഷറഹുൽ മുഹദ്ദബിൽ സറഹ നഖലൻ അനിൽ സ്വഹാബി ബിമാ ദക്കർതുഹു ഞാൻ പറഞ്ഞത് എന്താണ് അല്ലത്തിസാല ഹുനാ ഫീമാ ഇൻ വലാ മാഇൻ ഇങ്ങനെ ഹുനാന്ന് പറഞ്ഞാൽ ഈ പിന്നെ മസ്ബൂബാകുമ്പോൾ സബ്ബി എന്ന സ്ഥലത്ത് എന്തില്ല മായിലും ഇത്തിസാലില്ല. അത് നമുക്ക് കിട്ടേണ്ടിയ വൈബാറത്തുഹു ആ ഷറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്ത് ബഅദ അൻ ഖററ അവിടെ തഖ്രീറാക്കിയതിന് ശേഷം ആര് നബിമാമ് റളിയല്ലാഹു അൻഹു അന്നൽ മുസല്ലിയ എന്താണ് അന്നൽ മുസല്ലിയ നിസ്കരിക്കുന്ന അയാൾക്ക് എന്തു പറ്റി ലൗ ജുരിഹ അയാളെ ശരീരത്ത് മുറിവേറ്റു ഫഖറജ ദമുഹു അയാളെ രക്തം പുറപ്പെട്ടു. അങ്ങനെ രക്തം പുറപ്പെട്ടിട്ടോ പിന്നെ എങ്ങനെ പുറപ്പെട്ട യതദഫഖു ദൂരത്തേക്ക് എന്ത് ചെയ്യുക തെറിച്ചു വീഴുക ചെയ്യുന്ന രക്തം ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ ദൂരത്തേക്ക് തെറിച്ചു വീഴുക, അതായത് ശരീരത്തോടെ അങ്ങനെ ഒലിക്കല്ല എന്നർത്ഥം. ആ രീതിയിലാണ്. വലവ്വസൽ ബഷറത്ത് എന്നാൽ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്തു തൊലിയെ കലീലൻ അല്പം മലിനമാക്കുകയും ചെയ്തു. അപ്പൊ കുറച്ചിങ്ങനെ എന്ത് ചെയ്ത് ശരീരത്ത് തൊലിയുടെ ഉള്ളിൽ ഒലിക്കുന്നുണ്ട്, ബാക്കി രക്തം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുകയാണ്. ലംദബത്തുൽ സ്വലാത്തുഹു നിസ്കാരം ബാത്തിലാകൂല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോ ലവ്വസൽ ബഷറത്ത് ആ രക്തം എന്താണ് തൊലി അല്പം. അപ്പൊ അല്പം ആയതുകൊണ്ട് അവിടെ മഅഫൂനനുമാണ് അല്ലേ. അപ്പൊ ഈ ശരീരത്തെ നേരത്തെ തൊലിയിലുള്ളത് മഅഫൂനനുമാണ്. പക്ഷെ ഈ തെറിച്ചു വീഴുന്നത് എന്താണ് നിലത്ത് വീണതടക്കം ഇവന്റെ ശരീരത്തിലുള്ളതുമായി മുത്തസിലായി കൂട്ടിയാൽ എന്താവും അപ്പൊ കസീറായ രക്തമാവും. അപ്പൊ സംസ്കാരം ബാത്തിലാകണം. പക്ഷെ ഇവിടെ ബാത്തിലാകുന്നില്ല. അല്ലാതെ എന്താണ് ഇങ്ങനെ ദൂരത്തേക്ക് വീഴുന്നോണ്ട് എന്തില്ല അപ്പൊ ഇങ്ങനെ ചീറ്റിപ്പോവുക. ഇത്തിസാൽ അവിടെ വേണം, ഒരു ഹിസ്സിയായ ഇത്തിസാൽ വേണം. എന്നാലേ എന്താവുള്ളൂ ആ നിലത്ത് വീണ രക്തം ഇവന്റെ ശരീരത്തിലേക്ക് എന്താ ഇലാഫത്ത് ചെയ്യോ ഇല്ല എന്നുള്ള ഇഷ്കാലം അവിടെ വരുള്ളൂ. അപ്പോൾ ഇലാഫത്ത് ചെയ്യോ ഇല്ല എന്നുള്ള ചോദ്യം വരും. ഇലാഫത്ത് ചെയ്യൂല സംസ്കാരം ബാത്തിലാവൂല എന്ന് മസല പറയണമെങ്കിൽ ഈ തദഫുഖ് എന്ന് പറഞ്ഞത് മുത്തസിലായ നിലയിലാണ്. ഹിസ്സിയായ ഇത്തിസാല് വഹിത്തജ്ജു ബിൽ ഹദീസിൽ ഹസനി ഇതിന് ഹസനായ ഹദീസിനെ തെളിവുമാക്കി ആര് പിന്നെ ആ സഹാബിനെ തൊട്ട് നക്കലായിട്ടാണല്ലോ ഇത് പറയുന്നത് അല്ലേ. അതെ. അപ്പോൾ ആ സഹാബ് ഫീദാലിക്ക എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂല എന്നുള്ളതിന് ഹസനായ ഹദീസ് എന്ന് പറഞ്ഞത് അത് പിന്നെ ഒരു സഹാബിയെ 2 സഹാബിമാരെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ഏൽപ്പിച്ചല്ലേ രാത്രി. അപ്പോൾ ഒരു സഹാബി 2 പേരും കൂടി തീരുമാനിച്ചെന്ത് 2 ആളും കൂടി നമ്മൾ ഉണർന്നിരിക്കണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഒരാൾ ഉണർന്നിരിക്കുക, എനിക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളെ ഉണർത്താം എന്ന് പറഞ്ഞ് ധാരണയാക്കിയിട്ട് ഒരാൾ എന്ത് ചെയ്ത് നിസ്കരിക്കാൻ നിന്നല്ലോ. ഉണർന്നിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന എന്തിനാ നിസ്കരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ നിന്ന്. അപ്പോൾ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു ശത്രുക്കളാരോ അമ്പ് ചെയ്ത്. അപ്പോൾ അമ്പ് ചെയ്തിട്ട് നിസ്കാരം മുറിച്ചില്ല, ശരീരത്ത് അമ്പ് കൊണ്ട് ഇങ്ങനെ രക്തം എന്താണ് ഒലിച്ചുകൊണ്ടെന്ന്. അപ്പോൾ ആ ഹദീസാണ് എന്ത് ഹസനായ ഹദീസ് എന്ന് പറഞ്ഞത്. അപ്പം നിസ്കാരം ബാത്തിലായെങ്കിൽ പിന്നെ അവിടെ നിസ്കാരം നിർത്തണമല്ലോ, നിസ്കാരം നിർത്തിയില്ലല്ലോ എന്നോ. വലിയന്നൽ മുൻഫസില അവര് അത് തെളിവാക്കി. പിന്നെ അതിന് ഇല്ലത്തും പറഞ്ഞതാ കാലു വലിയന്നൽ മുൻഫസിലാനിൽ ബഷറത്തിലായുലാഫു ഇലയ്യ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ദമും മുൻഫസിൽ ശരീരത്തിൽ തൊലിയിൽ നിന്ന് മുൻഫസിലായ രക്തം ലായുലാഫു ഇലയ്യ അത് ബഷറത്തിലേക്ക് ചേർക്കൂല. വൈങ്കാന ബഅലുല്ലമി മുത്തസിലം ബി ബഅലി ഉണ്ടോ ആ ദമ് ബഅലിനോട് മുത്തസിലാണെങ്കിലും ചേർക്കൂല എന്നാ വാവ് പിന്നെ സായിദ ഇന്നോബാലയായിട്ട് വലിഹാദ പിന്നെ ലൗ സുബ്ബൽ മാഉ
അങ്ങനെ ചേർക്കാത്ത കാരണത്താലാണ് ലൗസുബൽ മാഉ വെള്ളം ഒഴിച്ചാൽ മിൻ ഇബ്രീഖിൻ അലാ നജാസത്തിൻ വത്തസല തറഫുൽ മായി ബിൻ നജാസത്തി, ഈ വെള്ളത്തിന്റെ അറ്റം നജാസത്തുമായിട്ട് എന്ത് മുത്തസിലാകുകയും ചെയ്തു. ലം യുഹക്കം ബി നജാസത്തിൽ മാ ഇല്ലദീ ഫിൽ ഇബ്രീഖ്, ആ ഇബ്രീഖിലുള്ള വെള്ളം നേസാന്ന് വെക്കൂല. കാരണം എന്താ, ഇത് ഈ രക്തം ചേർക്കാത്ത പോലെ ഈ വെള്ളം അതിലേക്ക് ചേർക്കൂല. വൈങ്കാന ബഅലുഹു മുത്തസിലൻ ബി ബഅലിൻ ഐ ഹിസ്സൻ ലാ ഹുക്മൻ എന്നാ. ഹിസ്സാൽ എന്താണ് മുത്തസിലാണെങ്കിലും ഹുക്കുമിൽ മുത്തസിലല്ല. ഹുക്കുമിൽ മുത്തസിലാണെങ്കിൽ പിന്നെ ഹുക്കും വരുമല്ലോ. ഇന്ദഹത്ത് ആ എന്താണ് മിന്നാജിന്റെ ഇബാറത്ത് അവസാനിച്ച് ഇബാറത്തുഹു എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയ. അവിടെ ബഅദ അൻ ഖററ എന്നുണ്ട്. അന്നൽ മുസല്ലിയ അലം തബ്തുൽ സ്വലാത്തുഹു എന്ന് വരെ എന്ത് ചെയ്തു തക്രീർ ചെയ്തതിന്റെ ശേഷം വഇബാറത്തുഹു എന്നാ. അപ്പൊ വഹത്തജ്ജു ബിൽ ഹദീസിൽ ഹസനി ബിദാലിക ഖാലു വലിയന്നൽ മുൻഫസില എന്നാണ്. അപ്പൊ ബഅദ അൻ ഖററ എന്നുള്ളതിന്റെ ആ ഖററന്റെ മഫൂല് അന്നൽ മുസല്ലിയ എന്താണ് ലം തബ്തുൽ സ്വലാത്തുഹു എന്നുള്ളത്. അങ്ങനെ പിന്നെ വബിഹ ഈ ഇബാറത്ത് കൊണ്ട് യുലമു എന്ത് മനസ്സിലായി, ബുത്തുലാനു മാ ഖീല യൂഖദു മിൻ കലാമിഹി ഇലാ ആഖിരിഹി. തംബീഹ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അതാണല്ലോ, അത് ബാത്തിലാന്ന് ഇപ്പൊ തിരിഞ്ഞല്ലോ. എന്താ ലൗ സുബ്ബ മാഉം മിൻ ഇബ്രീഖിൻ അലാ നജാസത്തിൻ വത്തസല തർഫുൽ മാഇ ബിൻ നജാസത്തി ലം യുഹ്കം ബി നജാസത്തിൽ മാഇ അല്ലദീ ഫിൽ ഇബ്രീഖ് വഇൻ കാന ബഅലുഹു മുത്തസിലൻ ബി ബഅലിൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ആ പറഞ്ഞത് ശരിയായില്ല. പിന്നെ വസിഹത്തു മാ ദക്കർതുഹു ഞാൻ പറഞ്ഞത് ശരിയാന്നുള്ളതും ബോധ്യപ്പെട്ടു. ഇതുകൊണ്ട് യുലമു ബുത്തുലാനു എന്ന പോലെ വസിഹത്തു മാ ദക്കർതുഹു ബൽ ലികൗനി മാ ഫീഹി മിനൽ ഇൻസിബാബി ഇലാ ആഖിരിഹി. ഞാൻ പറഞ്ഞതാണ് എന്ത് ബല്ലിക്കൗനി മാ ഫീഹി മിനൽ ഇൻസിബാബി ഇലാ ആഖിരിഹി, അതാണ് ഞാൻ പറഞ്ഞത്. ആ മാ ദക്കർതുഹു എന്നുള്ളതിന് ബദലായിട്ടാ. പിന്നെ ഇനി ബയാനുഹു എന്ന് പറഞ്ഞാല് ഇതെങ്ങനെ അറിഞ്ഞത്, യുലമു ബുത്തലാനു എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ബയാന്. അത് ബാത്തിലാണെന്നും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ അറിഞ്ഞതിന്റെ വിശദീകരണം എന്താ, അന്നഹും ജസമു ബി അന്നൽ മുൻഫസില അനിശ്ശൈ ലാ യുളാഫു ഇലൈഹി. ഇപ്പൊ ഇവിടെ ദമിന്റെ അവിടെയും എന്ന പോലെ വെള്ളത്തിന്റെ അവിടെയും രണ്ടും പറഞ്ഞല്ലോ. അവര് പറഞ്ഞ് ഒരു ഷെയ്നെ തൊട്ട് മുൻഫസിലായത് ലാ യുളാഫു ഇലൈഹി, അതാലി അന്നൽ മുൻഫസിലാനിൽ ബഷറത്തിൽ ലാ യുളാഫു ഇലൈഹി എന്ന രക്തത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് വലിഹാദ ലൗ സുബ്ബൽ മാഉ എന്നും പറഞ്ഞ് അതാ വൈൻ തവാസല ബഅലുഹു ബി ബഅലിൻ ബഅലുമായി കൂടിച്ചേർന്നതാണെങ്കിലും ഹത്തത്തസല അവ്വലുഹു ബിമാ ഫിൽ ഇബ്രീഖി വആഖിറുഹു ബിൻ നജസി ഉണ്ടോ എന്നാ പോലും ചേർക്കുന്നില്ല. പിന്നെ ഫൽ ഖുറൂജു മിനൽ ഇബ്രീഖി, അപ്പൊ ഇബ്രീഖ് എന്ന് ഖാരിജായി എന്നുള്ളത് മനാ ഇലാഫത്തൽ ഖാരിജ് മിൻഹു ലിമാ ഫീഹി, ആ ഇബ്രീഖിലുള്ള ഒന്നിലേക്ക് ചേർക്കുന്നതിന് തടസ്സാണ്, അതിന് മാനിയാണ്. പിന്നെ മാ അങ്കാന ഔ മാഅൻ, ആ ഇബ്രീഖിലുള്ളത് മാ ആണെങ്കിലും ശരി മാ ആണെങ്കിലും ശരി രണ്ടായാലും ചേർക്കൂല. ഫലം യതഅസ്സർ മാ ഫീഹി ബിൽ ഖാരിജിൽ മുത്തസിലി ബിൻ നജാസത്തി, അപ്പോ താസുറാകുന്നില്ല മാ ഫീഹി, ആ ഇബ്രീഖിലുള്ള ഒന്ന് സ്വാധീനിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്, അതിന് അസർ വരുന്നില്ല. ബിൽ ഖാരിജി, ആ ഇബ്രീഖിൽ നിന്ന് ഖാരിജായെന്നുകൊണ്ട് അത് നജസുമായ മുത്തസിലാണ്. വൈനിത്തസല ബിമാ ഫീഹി ഐലൻ, അതാ എന്തിനാ നജസുമായി മുത്തസിലായി എന്ന പോലെ തന്നെ വൈനിത്തസല അത് മുത്തസിലാണെങ്കിലും ശരി ബിമാ ഫീഹി, ആ പിന്നെ ഇബ്രീഖിലുള്ള ഒന്നുമായിട്ട് മുത്തസിലാണ്, എന്നാലും ശരി എന്തില്ല ലം യതഅസ്സർ താസുറാവൂല. ഐലൻ നജസുമായി മുത്തസിലായ പോലെ തന്നെ എന്താണ് ഇബ്രീഖിലുള്ള ഒന്നുമായിട്ട് മുത്തസിലാണെങ്കിലും എന്താണ് ആകാതിരിക്കാൻ കാരണം, ലിമാ തഖററ ലം യതഅസ്സർ എന്നുള്ളതിന് കാരണം ലിമാ തഖററ അന്ന ഹാദൽ ഇത്തിസാല ലാ ഇബ്റത ബിഹി, ഈ ഇത്തിസാല് പരിഗണിക്കൂല. കാരണം എന്താ, കൗനിൽ ഉറുഫി ഖതഅ ഇലാഫത്തഹു ഇലൈഹി,
അല്ല, ഷറൈന്റെ ഉറുഫ് ഹിസ്സിലങ്ങനെ മുത്തസിലാണ്. പക്ഷെ ഷറൈന്റെ ഉറുഫ് എന്താക്കി, അതിന് ഇതിലേക്ക് ഇലാഫത്ത് ചേർക്കുന്നതിനെ തൊട്ട് മുറിച്ചു കളഞ്ഞു. കമാ ദക്കറൂഹു, അസഹാബ് നേരത്തെ പറഞ്ഞല്ലോ, വലിയന്നൽ മുൻഫസില അനിൽ ബഷറത്തി എന്നിങ്ങനെ അസഹാബ് പറഞ്ഞല്ലോ, അതാണ് കമാ ദക്കറൂഹു. പിന്നെ വയില്ല ലം യുഅഫ അൻ ദാലിക ദമി, അങ്ങനെ എന്താണ് ഖത്അ ചെയ്യുന്നില്ലെങ്കിൽ, ഈ ഇത്തിസാലിന് ഇബറത്തുണ്ടെങ്കിൽ എന്തുവരും, ലം യുഅഫ അഫു ചെയ്യപ്പെടൂല അൻ ദാലിക ദമി, ആ രക്തത്തിനെ തൊട്ട്, ഏതാ മുത്തദഫിഖായ രക്തത്തിനെ തൊട്ട്, ഫീമാ ഇദത്തസല ബിദമിൻ കസീരിൻ ഫിൽ അർളി, അല്ലോ ഭൂമിയിലുള്ള കസീറായ ദമുമായി മുത്തസിലായാൽ ആ ദമിനെ തൊട്ട് അഫു വരൂല. മസലൻ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞത് മസലാണ്, ഭൂമി നിലത്ത് തന്നെ ആകണമെന്നില്ല, അപ്പുറത്ത് വേറെ ടേബിളിന്റെ ഓർത്തായാലും മതി, അങ്ങനെ. ഇനി വബി ഖിയാസിഹിം എന്ന പോലെ എന്താണ്, ഇവര് ഖിയാസാക്കിയത് കൊണ്ടും മസ്അലത്തദ്ദമി അല മസ്അലത്തൽ മായി, അതായത് അസ്ഹാബ് പറഞ്ഞല്ലോ വലിഹാദാ ലൗ സുബ്ബൽ മാഊന്ന്, അപ്പൊ ദമിന്റെ മസലയെ മായിന്റെ മസലേന്റെ മേൽ ഖിയാസാക്കിയത് കൊണ്ടിട്ട് ഒലിമ അറിയപ്പെട്ടു, അന്നഹും മുസരിഹൂന, അസ്ഹാബ് സരീഹാക്കുന്നവരാണ്, ബി അന്നഹു ലാ ഫർഖ ബൈനൽ മായി വൽ മാഇ ഫി അദ്മി ഇലാഫത്തി മാ ഫിൽ മായി ഇലൽ ഖാരിജി അൻഹു, ഏത് വിഷയത്തില് ഇലാഫത്ത് ചെയ്യൂല എന്നുള്ള വിഷയത്തിൽ മായും തുല്യാണ്. അപ്പൊ ഹൽ യുൽഹഖു എന്ന് പറഞ്ഞിട്ട് വല്ലതി തറദ്ദതന്നലറു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇൽഹാഖ് ചെയ്യും. ഇലാഫത്തി മാഫിൽ മായി, വെള്ളത്തിലുള്ള ഒന്നിനെ ഇലാഫത്ത് ചെയ്യാതിരിക്കുക, എന്തിലേക്ക്, ഇലൽ ഖാരിജി അൻഹു, വെള്ളത്തിലുള്ള ഒരു നജസ് എന്നർത്ഥം, അതിനെ തൊട്ട് ഖാരിജായ ഒന്നിലേക്ക്, ഇലാഫത്തി മാഫിൽ മായി ഇലൽ ഖാരിജി അൻഹു, ആ എന്താണ് മായിൽ നിന്ന്, ഇവിടെ മാഫിൽ മായിന, മാഫിൽ ഇനായിന്നായിരിക്കും ശരി, പാത്രത്തിലുള്ള ഒന്ന്, ആ പാത്രത്തിലുള്ള ഒന്നിനെ തൊട്ട് ഖാരിജായതിലേക്ക് ഇലാഫത്ത് ചെയ്യൂല എന്നാണ്. ഫതഅമ്മൽ ദാലിക ഫഇന്നഹു മുഹിമ്മുൻ വഖദ് ഗഫല അൻഹു കസീറൂൻ ഖല്ലദു ദാലികൽ ഖായില, ഒരുപാട് പേര് പറഞ്ഞതിനെ തൊട്ട് എന്താണ് ഗാഫിലായിട്ട് അവർ ആ ഖായിലിനെ തഖ്ലീദ് ചെയ്തു. എന്താണ്, അന്നഹു യൂഖദു മിൻ കലാമിഹിം അന്നജാസത്തു എന്ന പറഞ്ഞില്ലേ, ആ ഖായിലിനെ തഖ്ലീദ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇബ്നു ഹജർ തങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് കൗലെല്ലാം കൊണ്ടുവന്നിട്ട് അതാണ്ട് അവരുടെ അഹദ് റദ്ദ് ചെയ്ത് അങ്ങോട്ട് സ്ഥിരപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയോ No.